റെയിൽവേ ടിടിഇക്ക് നേരെ വീണ്ടും മർദ്ദനം. ബിലാസ്പൂർ എറണാകുളം എക്സ്പ്രസിലെ ടിടിഇ അരുൺകുമാറിനാണ് മർദ്ദനമേറ്റത്. ശുചീകരണ തൊഴിലാളി റിമോൻ ഗ്രിതലാർ പിടിയിലായി. ശുചിമുറിയിലെ വൃത്തിയില്ലായ്മ ചൂണ്ടിക്കാണിച്ചതാണ് മർദ്ദനത്തിന് കാരണം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് പാലക്കാട് നിന്ന്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരത്തിൽ ടിടിഇമാർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വീണ്ടും ടിടിഇക്ക് നേരെ ഒരു മർദ്ദനം ഉണ്ടായിരിക്കുകയാണ്. റെയിൽവേ ടിടിഇ ബിലാസ്പൂർ എറണാകുളം എക്സ്പ്രസിലെ ടിടിഇ അരുൺകുമാറിനാണ് മർദ്ദനമേറ്റത്. കോയമ്പത്തൂരിൽ വെച്ചാണ് സംഭവം നടന്നത്. അരുൺകുമാറിന്റെ ചുണ്ട് പൊട്ടി കവിള് മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളി റിമോൻ ഗ്രിത്തലാറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ ശുചിമുറിയിലെ വൃത്തിയില്ലായ്മ ചൂണ്ടിക്കാണിച്ചതിനാണ് ടിടിഇയെ ഈ ശുചീകരണ തൊഴിലാളിയായ റിമോൻ ഗ്രിത്തലാർ മർദ്ദിച്ചത് എന്നുള്ളതാണ്. റിമോയെ അറസ്റ്റ് ചെയ്തിപ്പോൾ കോയമ്പത്തൂർ RPFന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സമാന രീതിയിൽ മാവേലി എക്സ്പ്രസിൽ ടിടിഇയായ രാജസ്ഥാൻ സ്വദേശി വിക്രം കുമാർ മീണയെ യാത്രക്കാരൻ മർദ്ദിച്ചത്. പ്രധാനമായും ഈ കോഴിക്കോടിനും തിരൂരിനും ഇടയിൽ വെച്ചായിരുന്നു ആ സംഭവം നടന്നത്. ടിക്കറ്റ് ഇല്ലാത്തത് ചോദ്യം ചെയ്തതായിരുന്നു ഈ ടിടിഇയെ മർദ്ദിക്കാൻ കാരണമായത്. ആക്രമണത്തിൽ മൂക്കിന് സാരമായി പരിക്കേറ്റ ടിടിഇ പിന്നീട് ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിൽ ചികിത്സ തേടുകയും അവിടെ നിന്നും പാലക്കാട്ടേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും സംഭവത്തിൽ റെയിൽവേ പ്രത്യേകിച്ചും RPF അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് RPF വ്യക്തമാക്കുന്നത്. അരുൺ, ഇത്തരം സംഭവങ്ങൾ തുടർക്കരയാവുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുകയോ ചെയ്യാനുള്ള സാഹചര്യവും കൂടുതലായി കാണുന്നില്ലേ? തീർച്ചയായും ഈ റെയിൽവേയിൽ പ്രത്യേകിച്ച് ട്രെയിനിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും RPF ഉൾപ്പെടെ ഉള്ള സേനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ തീവണ്ടികൾ കേരളത്തിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ ടിടിഇമാരെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിപ്പോൾ കോയമ്പത്തൂരിൽ വെച്ചാണ് സംഭവമെങ്കിലും പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് വെച്ചാണ് സംഭവം എന്നതിനാലാണ് പ്രതിയെ കോയമ്പത്തൂർ RPFന് കൈമാറിയിരിക്കുന്നത്. ശരി, റെയിൽവേ ടിടിഇക്ക് നേരെ വീണ്ടും മർദ്ദനമുണ്ടായിരിക്കുകയാണ്. ബിലാസ്പൂർ എറണാകുളം എക്സ്പ്രസിലെ ടിടിഇ അരുൺകുമാറിനാണ് മർദ്ദനമേറ്റത്. ശുചീകരണ തൊഴിലാളി റിമോൻ ഗ്രിതലാർ പിടിയിലായിരിക്കുന്നു. ശുചിമുറിയിലെ വൃത്തിയില്ലായ്മ ചൂണ്ടിക്കാണിച്ചതിനാണ് മർദ്ദനമുണ്ടായത്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ.